ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് നാണമില്ല എന്നെ പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ. ഇന്ന് രാവിലെയും കണ്ട് എനിക്ക് വട്ടാന്ന്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം 95% സ്ത്രീകൾക്ക് ഉറക്കക്കുറവും സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും. അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ്. സൂചന പറഞ്ഞ സത്യമാണ്, ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല. ആ ഗുളിക നമുക്കൊന്ന് കാണാട്ടോ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഒരു സൈക്കോ പോലായിപ്പോ സന്തോഷമാണ് ഉള്ളിന്ന് നമുക്ക് വരുന്നത്. ഓ, ഇത് നെഗറ്റീവ് ഇല്ലേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോഴാണ് അതിനകത്തൊരു കമന്റ്, വിദഗ്ധർ ഒന്നും വന്നില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറയുന്നത്. അയ്യോ, അത് ചിലപ്പോ വായിച്ചാലും തെറ്റാണ് ചേച്ചി. വിദഗ്ധർന്നായിരിക്കത്തില്ല, വിവരമുള്ളവരാരും വന്നില്ല, അങ്ങനെയുള്ളവരെന്നൊക്കെ പറയത്തുള്ളൂ. എപ്പോഴാണ് രേണു ചേച്ചി ഈ ഹോമിയോ ഗുളികളൊക്കെ ഇതുപോലുള്ള ഇംഗ്ലീഷ് മരുന്നിന്റെ പാക്കറ്റിനകത്താക്കി കൊടുത്തോണ്ടിരിക്കുന്നത്? എനിക്കറിയത്തില്ല. ഞങ്ങൾ ഹോമിയോ പോകുമ്പോഴത്തേക്കിന് ഞങ്ങൾ ചെറിയൊരു കുപ്പി മേടിക്കും. ആ കുപ്പിയായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേന് അവർ മറ്റേ വൈറ്റ് റം പോലൊരു സാധനമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ തരും. പിന്നെ ചെറിയ ജീരക മുട്ടായി കണക്കത്തുള്ള ചെറിയ വെള്ള കളറിലെ കുറെ മുട്ടായും തരും. അതൊക്കെ മേടിച്ചോണ്ടാണ് നമ്മൾ വീട്ടിലോട്ട് വരുന്നത്. അത് നമ്മൾ ഇങ്ങനെ പെറുക്കി തിന്നും, ഇങ്ങനെ കുടിക്കും. അതാണ് സംഭവം. ഒരിക്കലും ഞാൻ ഇതുപോലുള്ള പാക്കറ്റ് കീറി അതിനകത്തൊന്നും ഒരു ഹോമിയോ മരുന്ന് എടുത്ത് വെച്ച് ഇങ്ങനെ അങ്ങനെ കഴിച്ചിട്ടില്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ വന്നു കാണുമായിരിക്കും. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇനി ഇതിങ്ങനെ കറങ്ങി ഇങ്ങോട്ട് എത്തത്തേ ഉള്ളായിരിക്കും. എന്തായാലും വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ആ മരുന്ന് ആ മരുന്ന് ഞാൻ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിച്ചു തരാം. പിന്നെ രേണു ചേച്ചി എവിടെ നിന്നാണ് ഇത് മേടിച്ചത്? രേണു ചേച്ചി അല്ല, പ്രായം കുറഞ്ഞില്ലായിരുന്നു ഈ ഇടയ്ക്ക്. നമ്മൾ ഒരേ പ്രായം. അപ്പൊ രേണു എവിടെ നിന്നാണ് ഇത് മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല എവിടുന്ന മേടിച്ചതെന്ന്. എന്തായാലും കൃത്യമായിട്ട് ചേച്ചി എവിടുന്നാ മേടിച്ചതെന്നും ചേച്ചി എന്തിനാണ് ഇപ്പൊ കിടന്ന് ഈ ഉൾട്ട കാണിക്കുന്നതെന്നും ചേച്ചി എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കുന്നതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും. വിത്ത് പ്രൂഫ്, വീഡിയോ തെളിവുകൾ സഹിതമായിരിക്കും. ആദ്യം എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് പുള്ളിക്കാരി കയറാനായിട്ട് അതിന്റെ തൊട്ട് വാതിക്കൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഞാൻ അകത്തോട്ട് പോട്ടെ, ഞാൻ പുറത്തോട്ട് വരട്ടെ, ഞാൻ അകത്തോട്ട് പോട്ടെ, ഞാൻ പുറത്തോട്ട് വരട്ടെ. പുറത്തോട്ട് വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഗുളികയുടെ കാര്യം, ഈ മരുന്നിന്റെ കാര്യമാണ്. ഹോമിയോ കഴിക്കുന്നതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ടല്ലേ ഹോമിയോ എടുത്ത് പുറത്തു വിടുന്നത്. കേൾക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതൊരു 2 വർഷം മുമ്പേ ഇതിലൊരു എക്സാക്ട് വീഡിയോ കാണിച്ചപ്പോഴത്തേക്കിനും കഴിക്കുന്ന മരുന്നുകൾ സഹിതം പെറുക്കി വെച്ച് വീട്ടിനകത്ത് വെച്ച് കാണിച്ചപ്പോഴത്തേക്കിനും അത് മറ്റു ചില മരുന്നുകളായിരുന്നു. അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനുള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല, അവർ കയറ്റി വിടത്തില്ല. ഇൻ കേസ് അതിനകത്ത് പോയി എന്തെങ്കിലും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ കുത്തിപ്പൊക്കെടുത്ത് വിഷയമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാൻ, കാരണം ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് വിടപ്പിച്ചേ പറ്റൂ. പക്ഷേ നമ്മുടെ കഴിഞ്ഞ അല്ലെങ്കിൽ മുമ്പത്തെ ബിഗ് ബോസിനകത്ത് പോയിട്ടുള്ള ദയാച്ചുവിനെ സംബന്ധിച്ച് ഇവരെ വിടാനായിട്ട് വലിയ ഉദ്ദേശമൊന്നും ഇല്ല. കാരണം അവര് പറയുന്നതിനകത്ത് ഉഴപ്പും അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്തുള്ള മറുപടികൾ കാണുന്ന ഒരു വ്യക്തിക്ക് ഇതൊക്കെ തന്നെ തോന്നു പറയാനായിട്ട്. അങ്ങനെ ഈ വ്യക്തി കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന ഒരു ഭാഗം നമുക്ക് കാണാം. അതിനുശേഷം ഇതിന്റെ വാലെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു കോരിത്തെരിപ്പുണ്ട്. ഈ കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ഞാൻ ക്ലിയർ ആയിട്ട് ഈ വീഡിയോക്കകത്ത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അത് ഇതേയാണ് പറയാനുള്ളത്. കണ്ടു നോക്കാം. എല്ലാത്തിലും കള്ളത്തരമാണ്. ഹോമിയോ ഗുളിക, ഇംഗ്ലീഷ് ഗുളിക, ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഓരോരാള് പുള്ളിക്കാരിയുണ്ട്. അപ്പോഴേ എല്ലാം മനസ്സിലായി. അപ്പോ പുള്ളിക്കാരന്റെ വീഡിയോയില് കാണിച്ച ആ ഗുളിക നമുക്കൊന്ന് കാണാട്ടോ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതിന്റെ ടാബ്ലറ്റ്, അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ പപ്പയുടെ. അപ്പോ ഹോമിയോ ഗുളിക കണ്ടല്ലോ. ഈ ഇംഗ്ലീഷ് മരുന്നിനെയാണ് ഹോമിയോ ഗുളിയാന്നും പറഞ്ഞിട്ട് ഇപ്പൊ കള്ളം പറഞ്ഞു വന്നിരിക്കുന്നത്. എങ്ങനെ പറയാതിരിക്കും മക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. പാവാടവള്ളികളോട് എല്ലാവരോടും തന്നെ ഞാൻ പറയുന്നത്, ഇമാതിരി കള്ളം പറയുമ്പോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ, ഇത് ഒരാളെ വ്യക്തിഹത്യ നടത്തുകയെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും മറ്റൊരു ഫെയിമിലേക്ക് എത്തുമ്പോഴത്തേക്കിന് മാറ്റി പറയുകയും മാറ്റി ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കിന് മുമ്പ് ഈ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് തോന്നാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഫ്രസ്ട്രേഷനും കാണിക്കുന്ന ഉടായിപ്പും പുറത്തു കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ചെയ്യുകയും പറയുകയും മാത്രമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, വന്നിട്ട് അതിന് തപ്പിത്തെരഞ്ഞ് ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉരുണ്ട് മെഴുകണത് ഞാനൊരു ട്രോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പതാ ഹോമിയോ ഗുളിയാണ് കഴിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഇംഗ്ലീഷ് മരുന്നിന്റെ ഗുളിയാണ് സുധി എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചത്. ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാ മക്കളെ പറയാതിരിക്കുക? ഒന്നും പറ. പിന്നെ തന്നെ വയസ്സ് 32 എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഇന്റർവ്യൂവിൽ പറയുന്നത്. വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത്, ഒരു ലേഡി, അവരുടെ വീടിന്റെ ഈ രേണുവിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പെങ്കൊച്ചു വന്നിട്ട് പറയുന്നത്, എങ്ങനെ പോയാലും 38 വയസ്സിന്റെ മേലെ ഉണ്ട് ആ സ്ത്രീക്ക്, ഇത് പച്ചക്കള്ളമാണ് പറയുന്നത്. വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ടാണ് ആ വ്യക്തിയുമായിട്ട് ഞാനും ഒന്ന് സംസാരിച്ചതാണ്. സത്യസന്ധമായ കാര്യമാണ്. അത്രയും പ്രായമുണ്ട്. പക്ഷെ ചേച്ചി ഇപ്പൊ പ്രായം കുറച്ച് കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ ചിലപ്പോൾ ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് ഒക്കെ ഉണ്ട്, ഈ only for ടൂർണമെന്റ്. ചിലപ്പോൾ ഇത്ര വയസ്സ് താഴെയുള്ളവരെ കളിക്കാൻ പറയുമ്പോഴത്തേന് എവിടെന്നെങ്കിലും ഒക്കെ സർട്ടിഫിക്കറ്റ് ചുരട്ടിക്കൊണ്ടൊക്കെ വന്ന് കാണിച്ച് കളിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
ബിഗ് ബോസ് കയറുന്നതിന് പ്രായം കുറച്ച് അങ്ങനെ വല്ലതും ഉണ്ടോ? എനിക്കറിയത്തില്ല. ഇനിയിപ്പം എന്തുവാ നോക്കാം നമുക്ക്. ഇപ്പൊ തന്നെ വേണ്ട, ഒന്ന് എവിടേക്കും പോണ്ട. ഹോമിയോ ഗുളികയെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കണ്ടത് എന്താണ്? ഇംഗ്ലീഷ് മരുന്നാണ് സുധിച്ചേട്ടൻ ആ വീഡിയോയിൽ കാണിച്ചത്. ഹോമിയോ ഏതാ, അലോപ്പതി ഏതാ, ഇംഗ്ലീഷ് മരുന്ന് ഏതാ ഒന്നും അറിയാണ്ട് ഇവിടെ കിടന്നിട്ട് പച്ച കള്ളം പറയുമ്പോ ഇതെല്ലാം പഠിച്ചു വന്നിട്ട് പറ ചെയ്യണോ പ്ലീസ്. തനിക്ക് ഉണ്ടോ ഇല്ലേ ഇതൊന്നും അല്ല ഇവിടെ പ്രശ്നം. താൻ കള്ളം പറച്ചിൽ കുറച്ച് അടങ്ങ് അത്രയേ ഉള്ളൂ. പറയണത് സത്യങ്ങൾ വിളിച്ചു പറ, വേറൊന്നും പറയണ്ട. താൻ എങ്ങനെ ജീവിച്ചോട്ടെ. പിന്നെന്താ വേറെന്തൊക്കെ പറയണ്ടായിരുന്നു? നിങ്ങളൊക്കെ എന്റെ കുടുംബം നോക്കിയിട്ടുണ്ടോ? എന്റെ കൊച്ചിനൊരു ഷർട്ട് വാങ്ങി തന്നിട്ടുണ്ടോ? എന്റെ കൊച്ചിനൊരു ഫുഡ് വാങ്ങി തന്നിട്ടുണ്ടോ എന്നൊക്കെ ജനങ്ങളോട് ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു. അതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം രേണു പറയാൻ മറന്നുപോയി. ഞങ്ങൾക്ക് കയറി കിടക്കാനുള്ളൂ ഏട്ടൻ നിങ്ങൾ വാങ്ങി തന്നില്ലേ എന്ന് ചോദിക്കണം. പ്ലീസ് ചോദിക്കൂ. അതെന്താ പറയാത്തത്? അത് മാത്രം. മാന്യമായ ചോദ്യവും ഉത്തരവും അത് കൃത്യമാണ്, സത്യസന്ധമാണ് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കി. അവര് കഴിഞ്ഞ തവണ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പള്ളിയിൽ അച്ഛൻ, അതായത് ഫ്രോഡ് അച്ഛൻ ഉണ്ടല്ലോ, അച്ഛന്റെ കാര്യം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ആ അച്ഛന്റെ പേര് പറഞ്ഞിട്ടും പള്ളിയും സഭയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് എന്റെ കൊച്ചിന് ബാഗ് മേടിക്കാനും കുട മേടിക്കാനൊക്കെ ആയിട്ട് അച്ഛൻ പൈസ തന്നേ, താന്ന ബുക്ക് തന്നേ, മറ്റു തന്നേ, മറിച്ച് തന്നേ, രക്ഷപ്പെട്ടു. സ്കൂൾ തുറന്നപ്പോഴത്തേക്കിന് ഞാൻ എന്തോ ചെയ്യുമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിരുന്നപ്പോഴാണ് അച്ഛൻ ഒരു വരദാനം കണക്ക് എന്റെ മുന്നിലേക്ക് വന്നു നിന്ന് ഇതൊക്കെ തന്നതെന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടു കാണുമല്ലോ ഇതൊക്കെ. പക്ഷെ ഇത്രയധികം ഇന്റർവ്യൂസും ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുന്ന വ്യക്തിക്ക് 2 ബുക്ക് മേടിക്കാനും 1 ബാഗ് മേടിക്കാനും ഉള്ള പൈസയൊന്നും ഇതിനകത്തൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് തിന്നുന്നത് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ ദാരിദ്ര്യം പറച്ചിൽ, ഈ ദാരിദ്ര്യം പറച്ചിലിന്റെ ഇടയിൽ കൂടെ ജനങ്ങൾ തന്നിട്ടുള്ള കാര്യവും ജനങ്ങൾ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തന്നിട്ടുള്ളതെന്നും നിങ്ങളിപ്പം സുഖത്തോടെ സന്തോഷത്തോടു കൂടി ഒരു വീട്ടിനകത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾക്ക് തന്നതല്ല, ആ മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ ചെയ്തു കൊടുത്തൊരു കാര്യം. അതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് പറയണം, അതും ഇതിന്റെ കൂടെ ഒന്ന് ഓർക്കണം. അത്രേ ഉള്ളൂ. പിരിവെട്ടി കിടക്കണോ? സഹായങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ജനങ്ങള്. ആ ജനങ്ങളെ മറക്കണത് രേണുവാണ്. മനസ്സിലായില്ലേ? എപ്പോഴും സഹായം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? എത്രയോ ആൾക്കാര് കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട്. അവരെയൊന്നും നമ്മൾ കാണുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് ഇന്റർവ്യൂ നടത്തി ഉണ്ടാക്കണവരെ മാത്രം നമ്മൾ കണ്ടാൽ മതിയോ? ഒരു നേരം പട്ടിണി കിടന്നിട്ട് റോഡ് സൈഡിൽ ഒരു കൂര പോലും വെച്ച് കെട്ടാൻ പറ്റാണ്ട്, അവന്റെ മക്കൾക്ക് ഒരു നേരം ആഹാരം കൊടുക്കാൻ പറ്റാണ്ട് എത്രയോ അനാഥകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അവരെയൊക്കെ സഹായിക്കണ്ടേ ജനങ്ങൾക്ക്? ഈ മീഡിയയിൽ വന്നിട്ട് നെറ്റും ഇതുമൊക്കെ എന്താണ് റീചാർജ് ചെയ്തിട്ടും ആൽബം. അയ്യോ, അത് ചേച്ചിക്ക് മനസ്സിലായില്ല എന്തിനാണ് എപ്പോഴും ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നതെന്ന്. സഹതാപം വേണ്ടേ നമുക്ക്? അടുത്തൊരു ഇതിലേക്ക് പോവാ, മറ്റൊരു ഫാമിലിയിലേക്ക് കയറാൻ പോവാ. അപ്പൊ കയറുമ്പോഴത്തേക്ക് ഇവിടെ മാക്സിമം സഹതാപങ്ങൾ സൃഷ്ടിക്കണം. സഹതാപങ്ങൾ ഇവിടെ കുറച്ച് വാരി വെച്ചിട്ട് ഇതെല്ലാം അവിടെ ചെല്ലുമ്പോൾ അനുകമ്പയാവണം. ഇതെല്ലാം ഹോട്ട്സ്റ്റാറിനകത്ത് ഇങ്ങനെ കുത്തണം അല്ലേ? അങ്ങനെ വോട്ടായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടുള്ള കൺവേർഷന് വേണ്ടിയിട്ട് ചേച്ചിയാണെങ്കിൽ മറിഞ്ഞ് കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിനിടയിൽ കൂടെ ചേച്ചി പറഞ്ഞ വേറൊരു ഡയലോഗ് ഉണ്ട്, ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞ ഒരു ചെറിയൊരു ഭാഗം, അത് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. നെഗറ്റീവ് കമന്റ്സ് ഒന്നും ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം ഇങ്ങനെ നോക്കും, നെഗറ്റീവ് ഉണ്ടെങ്കിൽ സൈക്കോ പോലായിപ്പോ സന്തോഷമാണ് ഉള്ളിന്ന് നമുക്ക് വരുന്നത്. ഓ, ഇത് നെഗറ്റീവ് ഇല്ലേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോഴാണ് അതിനകത്തൊരു കമന്റ്, വിദഗ്ധർ ഒന്നും വന്നില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറയുന്നത്. അയ്യോ, അത് ചിലപ്പോ വായിച്ചാലും തെറ്റാണ് ചേച്ചി. വിദഗ്ധർന്നായിരിക്കത്തില്ല, വിവരമുള്ളവരാരും വന്നില്ല, അങ്ങനെയുള്ളവരെന്നൊക്കെ പറയത്തുള്ളൂ. അല്ലാത്തവരായിരിക്കും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങളിപ്പോ റീച്ച് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നെഗറ്റീവ് കാണുമ്പോഴത്തേക്കിന് എന്തൊരു സന്തോഷം ഒന്ന് ഇല്ല. ഗുളിക കഴിക്കുന്ന നിങ്ങള് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഇത് കണ്ടപ്പോഴത്തേക്കിനെ എവിടെയോ എന്തോ ഒരു തകരാറുള്ള പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്ത് കേട്ടോ. ചിലപ്പോ എന്റെ സംശയം മാത്രമായിരിക്കും. കാണുന്നവർക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിക്കൊന്ന് എനിക്ക് എന്തൊരു മനസ്സുഖമാണ്. അതായത് നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ ഇവർക്ക് ഒരു കുഴപ്പമില്ല, ഇവർക്ക് അത് സന്തോഷമായിട്ടും അവർ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മാനസിക ഫ്രസ്ട്രേഷൻ ഇല്ല ഇതിനകത്ത്, അങ്ങനെ ഒന്നുമില്ല. അതിപ്പോ ഇവർക്ക് മാത്രമല്ല, ഇവരുടെ കൂടെ അഭിനയിക്കുന്ന ഒരു മറ്റൊരു ചെറുക്കനുണ്ട്, ആ ചെറുക്കനും അങ്ങനെ തന്നെ. അവനൊന്ന് പറയുന്നു, നെഗറ്റീവ് വരും, ബട്ട് നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവായിട്ട് കുറച്ച് റീച്ച് കയറുള്ളൂ. കണ്ടില്ലേ, ഇവർക്ക് മാക്സിമം നെഗറ്റീവ് വേണം. മാക്സിമം നെഗറ്റീവ് കിട്ടി ആ ജീവിതം മുന്നിലേക്ക് കൊണ്ടുവരിക. അതൊരു സൈക്കോളജിക്കൽ മൂവ്, സൈക്കോളജി ഇല്ലേ ഒരു എന്തോ ഒരു ത്വര അത് എനിക്ക് മനസ്സിലാവുന്നതിന് എന്തോ ആ ത്വര എന്നുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്ന വ്യക്തിയുടെ അടുത്ത ഒരു ഇന്റർവ്യൂ കാണാം, അടുത്ത ഒരു ഭാഗം കാണാം. അതായത് ഇതൊരു ഇന്റർവ്യൂ പറഞ്ഞത്, ഇനി രണ്ടാമത്തെ ഇന്റർവ്യൂ ഈ ഒരു 2 മാസത്തിനിടയിൽ നടന്നിട്ടുള്ള കാര്യം. ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടാ, പിന്നെ ഞാൻ വിളിക്കുന്നത് സുചേട്ടൻ. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചേട്ടാ, സുചേട്ടൻ പോയിട്ട് ഇപ്പൊ അറിയാം, ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൂടപ്പറവ് പോയി കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമവും വേദനയും ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത് മുതലെടുത്തുകൊണ്ട് എല്ലാവരെയും അല്ല, കുറച്ച് യൂട്യൂബ് ചാനലുകാർ, അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഇതിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ളവരല്ല, ഇതുവരെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചതുമല്ല. പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞു പോവുക. അയ്യോ ചേച്ചി എന്തിനാ വിഷമിക്കുന്നേ? കൂടിരിക്കുന്ന രേണു ഇതൊക്കെ
എന്തൊരു മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യമാണെന്ന് അറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നിരയുടെ അവിടുന്ന് മനസ്സിന് സന്തോഷം വരുമല്ലേ? സന്തോഷം വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ആൾക്കാർ കാണിയാണ്ട് ചിരിക്കി, നല്ല രീതിയിലൊന്ന് ചിരിക്കി കാണട്ടെ. എനിക്കും എന്റെ പപ്പായ്ക്കും ഞങ്ങൾക്കൊന്നും ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് എന്തോ മുൻ വൈരാഗ്യം പോലെ 2-3 എല്ലാവരും അല്ല 2-3 യൂട്യൂബേഴ്സ്, ഒന്ന് അതുൽ ബ്ലോഗേഴ്സ് അയ്യോ അങ്ങനെ പറയല്ലേ ചേച്ചി, അങ്ങനെ പറയല്ലേ ചേച്ചി. കുറച്ച് മുമ്പ് പറഞ്ഞത് സന്തോഷമല്ലേ വരുന്നത്, അങ്ങനെ കുറ്റ തീർത്തൊന്നും പോയി കൊടുക്കല്ലേ. അതിലെന്തോ ചെയ്തെന്നാ, അതിലെങ്ങാണ്ട് ചെയ്ത് എന്തുവാന്നറിയോ? ഇവരുടെ ഒരു ഫ്രോൺ അച്ഛൻ ഉണ്ടായിരുന്നു. ആ അച്ഛന്റെ കുറെ വീഡിയോസും അതിന്റെ കുറെ സംഭവങ്ങളും പേപ്പർ കട്ടിങ് ഒക്കെ എടുത്ത് പൊക്കി ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തങ്ങ് ഇട്ടപ്പോഴത്തേന് അവന്റെ കുറ്റി നോക്കി കൊടുക്കണം. അങ്ങനല്ല, സന്തോഷം ഏതില്ല എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ എക്സ്പ്രഷൻ വിത്ത് ത്വര. ആ ത്വരയിൽ വേണം നിങ്ങൾ ഇതൊക്കെ കാണാനായിട്ട്. നിങ്ങളത് പറയുമ്പോഴത്തേക്കും നമ്മളെ പോലുള്ള ആൾക്കാർ ഇത് കാണുമല്ലേ, കാണുമ്പോഴത്തേക്കും നമുക്ക് ആവേശം, ചേച്ചി ഇത് ഭയങ്കര ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എന്റർടൈൻമെന്റ് ആയിട്ടാണ് എടുക്കുക. നമുക്ക് പിന്നെ നമ്മളായിട്ട് പിന്നെ വിട്ടുകൊടുക്കുന്ന കയറ്റി വെച്ച് കൊടുക്ക്, അത്രേ ഉള്ളൂ. ആ ഒരു മൈൻഡിലും ആ ഒരു മെന്റാലിറ്റിയോട് മാത്രം കണ്ടാൽ മതി. ഇനി അതിനുശേഷമാണ് എനിക്ക് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയുടെ ഒരു ഭാഗം നിങ്ങളെ ഒന്ന് കാണിക്കാം. അതായത് ഇങ്ങനെ ഈ ഒരു ഗുളിക കഴിക്കുന്ന കാര്യം അത് മാറ്റി ഹോമിയോട്ടൊക്കെ ചേച്ചി കൺവേർട്ട് ചെയ്യും. ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചല്ലോ. അതായത് ചേച്ചി പറയുന്ന കാര്യം വേറെ, പ്രവർത്തിക്കുന്ന കാര്യം വേറെ. പറയുന്ന ഒന്നല്ല ചേച്ചി ചിന്തിക്കുന്നതും എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ഇപ്പൊ കാണിച്ചു. ഇനി ഇതിന് ശേഷം ഇവർ ചെയ്തിട്ടുള്ള വേറൊരു ഇന്റർവ്യൂ അല്ല ഒരു ലൈവ് ഉണ്ട്. ആ ലൈവിന് അതൊരു ഭാഗം കൂടെ നമുക്കൊന്ന് കാണാം. പൂ കൂട്ടി വിളിക്കാം, നാണം കെട്ടവനെ. എടാ എനിക്ക് വിളിക്കാൻ അറിയാത്തോണ്ടൊന്നുമല്ല, രേണുസുതി ചീത്ത വിളിക്കത്തില്ല, മനസ്സിലായോ? നാണം കെട്ടവനെ എന്റെ ലൈവിൽ വരാതെ ഇറങ്ങി പോടാ, നാണം കെട്ടവനെ. നീ എന്നെ അതേ അടുത്തത് അസലടി ഒരുത്തന്റെ കമന്റ് അസല വെടി, അവന്റെ പേര് പോലും ഇല്ല, നാള് പോലും ഇല്ല. അപ്പുറത്തുള്ള വിളിക്കുക. എനിക്ക് മറ്റേ വനിതാ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇതാണ് വന്ന് കാണാൻ. എനിക്ക് ആ ഗുളിക കഴിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് ചേച്ചി ഇതൊക്കെ കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. വാടാ അവനെ അസല വെടിയുന്നു. ആടാ അതിന് നിനക്കെന്താടാ? അവനെ അസല വെടി. നല്ല തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ നേരിട്ട് വാടാ, വന്നിട്ട് സംസാരിക്കടാ, മൂത്തോക്കി സംസാരിക്കാം. പോയായിരുന്നു മീശ ഉണ്ടോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മീശ ഇല്ലാത്തവരൊക്കെ എന്തോയ്ക്കും. ദൈവമേ, മീശ ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇല്ല, എന്തോ ആണെന്തോ. അങ്ങനെയൊന്നും നമുക്ക് വിലയിരുത്താനൊന്നും പറ്റുന്ന കാര്യമൊന്നും അല്ല, മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെ വിട്ടേക്ക്. അപ്പം അത്ര ഒരു വീഡിയോയും ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കണ്ടതിന് ശേഷം എനിക്കിത് കണ്ടിട്ട് അങ്ങോട്ട് ദഹിച്ചില്ല. എനിക്ക് മാത്രമല്ല, നമ്മുടെ കോഴിക്കോട് മാപ്പിള ഉണ്ടല്ലോ, മറ്റേ പുള്ളി ദാസേട്ടൻ കോഴിക്കോട് അണ്ണനും ഇത് ദഹിച്ചിട്ടില്ല. കോഴിക്കോട് അണ്ണൻ ഇതിനെതിരെ അങ്ങ് പ്രതികരിച്ച്, വേറെ ആരും പ്രതികരിക്കുന്നില്ല. കോഴിക്കോട് അണ്ണനങ്ങ് റോസ്റ്റ് ചെയ്ത്, അണ്ണൻ ദേഹ കയറി റോസ്റ്റ് എന്ന് വെച്ചാൽ അന്യായ രീതിയിൽ റോസ്റ്റ് ചെയ്ത്. ആ സംഭവം ഞാൻ ഒന്ന് കാണിച്ചത്. സത്യം പറഞ്ഞാൽ ആ പുള്ളി ഇത്ര നല്ല രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് തന്നെ വലിയൊരു കാര്യമാണ്. ചങ്കട നമസ്കാരം, ദാസേട്ടനാണേ. രേണുസുധീന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ദയ അടിച്ചു. വളരെ കുറച്ച് കാലങ്ങളായിട്ട് വെറുതെ അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യുക, വെറുതെ ഒരാളെ പറ്റി മോശം അഭിപ്രായം പറയാം. കുറെ വീഡിയോസ് ഫേസ്ബുക്കിൽ വെറുതെ ഒരു കാര്യമില്ലാതെ ഞാൻ തന്നെ ഇപ്പൊ എന്റെ വീഡിയോ തീരാൻ പോകുന്നു. ഇതുവരെ കാണിച്ചിട്ടുണ്ട് ഇവർ പറഞ്ഞ കാര്യം എന്തോ, ചെയ്യുന്ന കാര്യം എന്തോ എന്നുള്ള കാര്യം. പിന്നെ പറയുന്ന ആൾക്കാർ വെറുതെ പറയുന്ന കാര്യമൊന്നുമല്ല. അണ്ണൻ ഒന്ന് ഇരിക്കുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്ക് ബാക്കിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. കണ്ടിട്ട് ഞാനതൊന്നും പ്രതികരിക്കാറില്ല. കാരണം നമ്മൾ കാരണം ഒരാൾ റീച്ച് ആവണ്ട, അതന്നെ കാരണം. പിന്നെ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ. ഈ തിരിച്ചു സംസാരിക്കാൻ അവിടാത്തവന്മാരെല്ലാം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാരണം അവന് റീച്ച് ആവണ്ട. അത് കേൾക്കുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും, ശരിയാണല്ലോ, നമ്മൾ കാരണം എന്തിനാ അവനെ റീച്ച് ആക്കുന്നതെന്ന്. നമ്മക്കല്ലേ അറിയാവൂ നിങ്ങളെയൊക്കെ വായിൽ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുക എന്നുള്ള കാര്യം. സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാ ചെങ്കള. ഞാൻ എത്രയോ സ്ത്രീകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എത്രയോ സിനിമാ നടന്മാര് ചെയ്തിട്ടുണ്ട് അല്ലെ, നായികമാരോട് സിനിമ ചെയ്തിട്ടില്ലേ, അവർ അക്കൗണ്ട് പോയി ഇവര് സംസാരിക്കും അനാവശ്യമായിട്ട് വീഡിയോസ്, ഒരാളെ മോശം പ്രതികരിക്കുക. പക്ഷെ എന്താ പറയാ, എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നന്നായി വരട്ടെ, ഒരു ബുദ്ധിമുട്ട്. പക്ഷെ നന്മയുള്ള ലോകമേ പത്തടി മാറി നിന്ന് കാണുക. എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ചങ്കിൾ എന്റെ കൂടെ ഉണ്ട്, കുറെ ചങ്കിൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാസർഗോഡ് കോഴിക്കോട് വന്ന വഴി ഒരിക്കലും മറക്കുന്ന ആളല്ല എന്നെ ഇഷ്ടം. അങ്ങനല്ല, അണ്ണ വന്ന വഴിയല്ല നമുക്കിവിടെ അറിയേണ്ടത്. അണ്ണ മറ്റേ കാര്യത്തിലേക്ക് വാ. അണ്ണ വഴി തിരിഞ്ഞ് വഴി മാറിപ്പോ. എണ്ണ നമ്മൾ പറഞ്ഞോട്ടെ രേണുവിനെതിരെ ചെയ്ത ദയയെ കുറിച്ച്, അല്ലാതെ അണ്ണൻ വന്ന വഴി അണ്ണന്റെ കൂടെ നിന്ന ചങ്കും കരളും കൺമണിയും കുറേ ചങ്കളുണ്ട്. അവരാണ് എന്റെ ധൈര്യം, ചങ്കളെ. അപ്പൊ എനിക്കും ഇതിനോടൊന്നും പറയാനില്ല. പക്ഷെ ഒരാൾക്ക് ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് അണ്ണ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വന്നയാ. എന്നിട്ട് അണ്ണൻ പറഞ്ഞത് എനിക്ക് ഇതിനൊന്നും പറയാനില്ല. സത്യം പറഞ്ഞ അണ്ണ ഈ വീഡിയോ കണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ചുമ്മാ ഒരു ഫോട്ടോ വെക്കാൻ എന്റെ താഴെ എഴുതുക, എനിക്കിതാണ് പറയാനുള്ളത്, എനിക്കിത് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ എന്റെ കൂടെ കാണുക, അത്രേ ഉള്ളൂ.
അതോടെ അവസാനിക്കേണ്ട കാര്യമായിരുന്നു. അണ്ണൻ ചുമ്മാ വന്നിട്ട് 1 മിനിറ്റ് വീഡിയോ ഒക്കെ മുട്ടം കാട്ടം കൊണ്ടെടുത്തു. എനിക്ക് ഇതിനെപ്പറ്റി വലിയ പറയാനൊന്നുമില്ല. എന്തായാലും അത് നന്നായിട്ടിരിക്കുന്നു. സന്തോഷം. അണ്ണൻ പോയി അമ്പലത്തിലെ കാണാൻ പോയി പ്രാർത്ഥിച്ചിട്ട് 2 അർച്ചന നടത്തും. ദയ വിളിച്ചിട്ട് ജോലി ദയ നിന്റെ നാളെന്തോ നിന്റെ പേര് 2 അർച്ചനയും 2 കഥനയും ഞാൻ അങ്ങ് വെച്ചേക്കാം. അങ്ങനെ വല്ല അവസാനിപ്പിക്കുന്നത് നല്ലതല്ല. അത് ഇത് എങ്ങും ചെയ്ത് അണ്ണൻ ചുമ്മാ സമയമൊന്നും കളയാതെ. അപ്പം അവർ പറഞ്ഞ കാര്യം എന്തോ ചെയ്യുന്ന കാര്യം എന്തോ നമ്മളൊന്ന് ആലോചിക്കണം. ഞാനാണെങ്കിൽ നോക്കി ഇരുന്നങ്ങ് വീർത്തോണ്ടിരിക്കുക. ഞാൻ ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കട്ടെ. ഇത് ചൂടിന്റെ ഒന്നുമല്ല, ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾ ഞെരുവിരി കൊണ്ട് വീർത്തോണ്ടിരിക്കുക. അപ്പൊ പിന്നെ പറഞ്ഞ കാര്യം എന്തോ നിങ്ങൾക്ക് മനസ്സിലാക്കാനുമായിരിക്കും, കണ്ട കാര്യം എന്തോ എന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. ശരിയെന്ന്.